ഇവനും ഇവൻ്റെ ബോയ് ഫ്രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നത് ഇവൻ്റെ ബ്രേസ്ലെറ്റ് കളഞ്ഞു പോയെന്ന്. അങ്ങനെ അവൻ ആ ബ്രേസ്ലെറ്റ് തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ബ്രേസ്ലെറ്റ് അവൻ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ കാല് തെറ്റിയിട്ട് അവൻ തറയിൽ വീഴുന്നുണ്ട്. അങ്ങനെ വീഴപ്പോഴത്തേക്കും അവൻ്റെ കയ്യിൽ അവിടെ ഉണ്ടായിരുന്ന മുള്ളു കൊണ്ടിട്ട് ബ്ലീഡിങ് ആവുന്നുണ്ട്, കൈ മുറിയുന്നുണ്ട്. ഇവൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് ഓടി ഇവൻ്റെ അടുത്ത് വരികയും ഇവൻ്റെ ബ്ലഡ് കാണുമ്പോൾ ഇവൻ വല്ലാത്ത പാനിക് ആവുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡിനെ ഇവനിങ്ങനെ ഊറ്റി കുടിച്ചിട്ട് തുപ്പിക്കളയാണ്. പെട്ടെന്നൊരു ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബ്ലഡ് ഇങ്ങനെ അവൻ ഊറ്റി കുടിച്ച് തുപ്പി തുപ്പി പുറത്ത് കളയുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ബ്ലഡിൻ്റെ ടേസ്റ്റും മണമൊക്കെ കൊണ്ട് അവൻ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറാണ്. അവൻ പതുക്കെ പതുക്കെ ഒരു വാമ്പയറായിട്ട് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ പോലും അറിയാതെ. അങ്ങനെ അവൻ്റെ ബ്ലഡ് കാണുന്നതോറും അവൻ വല്ലാതെ വയലൻ്റ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ്റെ കയ്യിലുള്ള ബ്ലഡ് ഇവനിങ്ങനെ കടിച്ചിട്ട് കുടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ്റെ കയ്യിൽ നന്നായിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനത് നന്നായിട്ട് വേദന എടുക്കുകയാണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, എനിക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്, വിടാനൊക്കെ പറയുന്നുണ്ട്. സ്വയബോധത്തിലേക്ക് തിരിച്ചു പോയി ഇത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ഒട്ടും തന്നെ അവൻ്റെ സ്വഭാവം മാറ്റാൻ തയ്യാറല്ലായിരുന്നു. അവൻ കൂടുതൽ കൂടുതൽ വാമ്പയർ പവറിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ കയ്യിൽ ഇറുക്കി കടിച്ചതിന് ശേഷം അവനിങ്ങനെ വിടാൻ വേണ്ടി പറഞ്ഞ് അവൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇവന് നല്ല രീതിയിൽ ദേഷ്യം വരികയും അവൻ്റെ കണ്ണിൻ്റെ നിറമൊക്കെ മാറി ബ്ലൂ കളർ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ തള്ളിയിട്ടിട്ട് അവൻ്റെ കഴുത്തിലോട്ട് കടിക്കാൻ വേണ്ടി പോവാണ് ഇവനിങ്ങനെ കടിക്കുന്ന സമയത്ത് ഇവൻ്റെ പേര് ഉറക്കെ വിളിക്കപ്പോഴത്തേക്കും ഇവൻ സ്വയംബോധത്തിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഇവൻ എന്താണ് ചെയ്തത്, എന്താണ് സംഭവിച്ചതെന്ന് എന്നുള്ളൊരു റിയലൈസേഷൻ ഇവനുണ്ടായത്. ഇവനാണെങ്കിൽ ഇവൻ്റെ വായിലുള്ള ബ്ലഡൊക്കെ കണ്ടിട്ട് അവൻ വല്ലാതെ വിഷമിക്കുകയും അവൻ വല്ലാത്ത രീതിയിൽ കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇവരെ ഫ്രണ്ട്സ് ഇവരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇവനും ഇവൻ്റെ ഫ്രണ്ട്സും ഒക്കെ വാമ്പയർസാണ്. ഇവനാണെങ്കിൽ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഇവന് ഇതറിയില്ലായിരുന്നു ഇവൻ വാമ്പയർ ആണെന്നുള്ള കാര്യമൊക്കെ. ഇതൊക്കെ കണ്ടിട്ട് അവൻ വളരെ പേടിച്ച് ഷോക്കിംഗ് ആയിട്ടിരിക്കുകയായിരുന്നു. ഈ വാമ്പയർ പയ്യനും ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് അവൻ വളരെ നന്നായിട്ട് കരയുന്നുണ്ട്. ഇതിനു മുമ്പ് അവനെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ച സീനൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഇവൻ്റെ കഴുത്തിൽ മുറിവ് പറ്റിയപ്പോൾ ആ കഴുത്തിൽ ബ്ലഡ് കുടിക്കാൻ വേണ്ടി ശ്രമിച്ചതും ഒക്കെ ഇവന് ഓർമ്മ വരികയാണ്. ഇതൊക്കെ കണ്ടിട്ട് അവൻ വല്ലാത്ത രീതിയിൽ കരയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ചിന്തിക്കുകയാണ്, ഞാൻ പേടിച്ച കാര്യം തന്നെ സംഭവിച്ചു, ഞാൻ നിന്നെ വീണ്ടും ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറയാം. അവൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പയ്യനാണെങ്കിൽ പിറകിൽ കൂടെ വന്ന് അവനെ കെട്ടിപ്പിടിച്ചിട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയണ, ഇല്ല, ഞാൻ നിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ വീണ്ടും നിന്നെ ഹേർട്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറയാണ്. അപ്പോഴവൻ പറയണ, ഹേർട്ടായോ ഇല്ലെന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, എനിക്ക് ഒട്ടും ഹേർട്ടായില്ല, നീ എൻ്റെ വിട്ടു പോകരുതെന്നൊക്കെ പറയാണ്. അപ്പോഴവൻ പറയാണ്, ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല, ഞാൻ ആരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാനും നീയും തമ്മിൽ ഒരിക്കലും ഒന്നിച്ച് പോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവുകയാണ്. ഈ പയ്യൻ അവനെ മാക്സിമം അവിടെ നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ കേൾക്കാതെ അവനെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞ് അവസാനം ഇവൻ്റെ ഫ്രണ്ട്സ് ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളും ഒരു വാമ്പയേഴ്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ ഫാമിലി പോലെ കണ്ടിട്ട് നിങ്ങളെല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു, എൻ്റെ ബ്ലഡ് കുടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്നെ ഇത്രയും സ്നേഹിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരുപാട് ഫുഡ് തന്നതും എന്നെ സ്നേഹിച്ചതും ഒക്കെ നിങ്ങൾ എൻ്റെ ബ്ലഡ് കുടിക്കാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ ബ്ലഡിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ. അപ്പോൾ അവർ മറുപടിയൊന്നും പറയാതെ നിൽക്കുമ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ അവൻ അവരുടെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോവുകയാണ്, തിരിച്ചവൻ്റെ ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട്. വേമ്പയർ പയ്യനെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റാതെ അവനെ ഹേർട്ട് ചെയ്തതിനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അവൻ്റെ ഗ്രാമത്തിൽ പോയി അവനെ കാണാൻ തന്നെ തീരുമാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.